ബലിയുടെ നേതൃത്വത്തിൽ അസുരസൈന്യം സ്വർഗം പിടിച്ചടക്കുകയും ദേവന്മാർ അവരെ പേടിച്ച് ഓടിപ്പോവുകയും ചെയ്തപ്പോൾ ദേവന്മാരുടെ അമ്മയായ അദിതി നാഥനില്ലാത്തവളെപ്പോലെ പരിതപിച്ച് ഭർത്താവായ കശ്യപ പ്രജാപതിയോട് തൻ്റെ പുത്രന്മാരുടെ നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങൾ തിരിച്ചു കിട്ടുവാൻ വേണ്ട ഉപായം പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ട അദിതിയോട് ശ്രീഹരിയെ സേവിക്കുവാൻ പറയുന്നു. മീനമാസത്തിൽ ശുക്ലപക്ഷത്തിൽ പ്രഥമ ദിവസം മുതൽ ദ്വാദശി വരെയുള്ള 12 ദിവസവും പാൽ മാത്രം അല്പമായ ആഹാരത്വേന സ്വീകരിക്കുന്നതായ പയോവ്രതമെന്ന വ്രതത്തെ പരമഭക്തിയോടുകൂടി ദീക്ഷിച്ചുകൊണ്ട് ശ്രീഹരിയെ പൂജിക്കുവാൻ കശ്യപ പ്രജാപതി നിർദ്ദേശിച്ചു. വ്രതത്തിൽ സന്തുഷ്ടനായ ശ്രീഹരി കശ്യപൻ്റെ തപസ്സിൽ നിന്നും ജനിച്ചിരിക്കുന്ന തേജസ്സിൽ അധിവസിച്ചിട്ട് സ്വന്തം അംശത്താൽ അദിതിയുടെ പുത്രനായി ഭവിച്ച ശേഷം പുത്രന്മാരെ വേണ്ടതുപോലെ രക്ഷിച്ചു കൊള്ളാമെന്ന് അദിതിയോട് പറയുന്നു. കശ്യപ പ്രജാപതി മനസ്സിനെ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചും കൊണ്ട് തപസ്സിൻ പ്രഭാവത്താൽ ബഹുകാലമായിട്ട് തന്നിൽ തന്നെ സംഭരിച്ചിരിക്കുന്ന വീര്യത്തെ അദിതിയിൽ ആദാനം ചെയ്തു. അദിതിയുടെ ഗർഭത്തിൽ വസിക്കുന്നത് നിത്യാനന്ദ സ്വരൂപനായ ഭഗവാനാണെന്നറിഞ്ഞതിനാൽ ബ്രഹ്മദേവൻ ഭഗവാന്റെ അസാധാരണ ഗുണങ്ങളെ വെളിപ്പെടുത്തുന്ന നാമധേയങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിൽ 17-ാം അധ്യായത്തിലെ 25 മുതൽ 28 വരെയുള്ള 4 ശ്ലോകങ്ങൾ. 1-ാമത്തെ ശ്ലോകം. ബ്രഹ്മോവാച ജയോരുഗായ ഭഗവന്നുരുക്രമ നമോസ്തുതേ നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമഃ. പല പ്രകാരത്തിൽ ഗാനം ചെയ്യാൻ യോഗ്യങ്ങളായ കർമ്മങ്ങൾ നടത്തുന്ന ഭഗവൻ അങ്ങ് ജയിച്ചാലും ബ്രാഹ്മണരിൽ പ്രസന്നനും വിവിധ ലീലകൾ കൊണ്ട് ലോകത്തെ അനുഗ്രഹിക്കുന്നവനുമായ അങ്ങേക്ക് നമസ്കാരം. സത്വാദി 3 ഗുണങ്ങളെയും സ്വേച്ഛാനുരൂപം നിയമനം ചെയ്യുന്ന അങ്ങേക്ക് നമസ്കാരം. 2-ാമത്തെ ശ്ലോകം. നമസ്തേ പൃശ്നിഗർഭായ വേദഗർഭായ വേദസേ തൃനാഭായ ത്രിപൃഷ്ടായ ശിബിവിഷ്ടായ വിഷ്ണവേ. അദിതിയുടെ പൂർവജന്മം പൃശ്നിയായിട്ടായിരുന്നു. അന്നവളിൽ അവതരിച്ച അങ്ങേക്ക് നമസ്കാരം. ഏതുകാലത്തും നാശമില്ലാത്തതായ വേദരൂപമായ ജ്ഞാനത്തെ ഉള്ളിലടക്കിയിരിക്കുന്ന അങ്ങേക്കു നമസ്കാരം. പ്രളയകാലത്തിൽ ത്രിലോകങ്ങളെയും നാഭിയിൽ വഹിച്ചിരിക്കുന്ന അങ്ങേക്കു നമസ്കാരം. 3 ലോകങ്ങളുടെയും ഉപരിയിലിരിക്കുന്ന വൈകുണ്ഠത്തിൽ വസിക്കുന്ന അങ്ങേക്കു നമസ്കാരം. സകല ജീവരാശികളിലും അന്തര്യാമി രൂപേണ വസിക്കുന്ന സർവവ്യാപിയായ ഭഗവാനു നമസ്കാരം. 3-ാമത്തെ ശ്ലോകം. ത്വമാതിരന്തോ ഭുവനസ്യ മധ്യമനന്തശക്തിം പുരുഷം യമാഹു കാലോ ഭവാനാക്ഷിപതീശ വിശ്വം സ്രോതോ യഥാന്തപതിതം ഗഭീരം. ഹേ ഈശ്വര, ഭുവനത്തിൻ്റെ ഉപാദാന കാരണവും അവസാനത്തിൽ പ്രാപ്യമായിരിക്കുന്ന അവധിയായി ഭവിച്ചിരിക്കുന്നവനും മധ്യത്തിൽ നിലനിൽപ്പാനുള്ള ആശ്രയഭൂതനും അങ്ങാകുന്നു. എല്ലാമായിരിക്കുവാൻ സമർത്ഥനായിരിക്കുന്ന അങ്ങയെ നിർവികാരിയായ പുരുഷനായിട്ട് പരമജ്ഞാനികൾ അറിയുന്നു. അതിവേഗത്തിൽ പ്രവഹിക്കുന്ന ഒഴുക്കിൽ അകപ്പെട്ടിരിക്കുന്ന തൃണാദി പദാർത്ഥങ്ങളെ പ്രവാഹം വേഗം വലിച്ചു കൊണ്ടുപോകുന്നതുപോലെ കാലസ്വരൂപനായ അങ്ങ് വിശ്വത്തെ വ്യാപരിപ്പിക്കുന്നു. 4-ാമത്തെ ശ്ലോകം. ത്വവൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതീനാം അസി സംഭവിഷ്ണുഃ ദിവൗകസാം ദേവദിവശ്ച്യുതാനാം പരായണം നൗരിവമജ്ജതോപ്സു. സ്ഥാവര ജംഗമങ്ങളായ പ്രജകളെയും അവരുടെ ഉൽപ്പത്തി സ്ഥാനഭൂതന്മാരെ പോലെ ഇരിക്കുന്ന പ്രജാപതികളായ ഞങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നവൻ, അതായത് നിമിത്ത കാരണഭൂതൻ അങ്ങാകുന്നു. ഹേ ദേവ, സ്വർഗത്തിൽ നിന്നു ഭ്രഷ്ടന്മാരായിരിക്കുന്ന ദേവന്മാർക്ക് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി വലയുന്നവർക്ക് കപ്പലെന്ന പോലെ അങ്ങുതന്നെയാണ് പരമാവലംബം. സ്തുതി അവസാനിച്ചു. ഹരി ഓം.